ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഞാനിന്ന് ദോശയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് എൻ്റെ രീതിയിൽ വെക്കുന്ന ഒരു സാമ്പാറാണ്. പക്ഷേ എനിക്കും മക്കൾക്കൊക്കെ ഇത് ഇഷ്ടമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഒരുപാട് മലക്കറി ഐറ്റംസൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ്. ഞാനിതിലേക്ക് വഴുതനങ്ങ, വെള്ളരിക്ക, പച്ചമുളക്, തക്കാളി, പിന്നെ വെണ്ടയ്ക്ക, അമരയ്ക്ക, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇട്ടേക്കുന്നത്. ബാക്കി ഐറ്റംസൊന്നും ഞാനങ്ങനെ എടുക്കാറില്ല. അപ്പം ഇതൊന്ന് കുക്കറിൽ തോരൻ പരിപ്പും വെള്ളവും ഒഴിച്ച് ഉപ്പിട്ട് ഒരു 3 വിസിൽ കേൾപ്പിച്ച് വേവിച്ച് വെക്കുക. അതിന് ശേഷം നമ്മുടെ കടുക് വറുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഉലുവ ഇട്ടാലും നല്ലതാണ്, പിന്നെ കായപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്കൊരു ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ കഷ്ണങ്ങൾ വേവിച്ചത് ഇട്ട് കൊടുക്കുമ്പം ചില സമയത്ത് അത് കട്ട പിടിച്ച് അവിടെ ഇവിടെയായിട്ട് കിടക്കും. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാനാണ് നമ്മൾ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ കൂട്ടിലേക്ക് നമ്മുടെ സാമ്പാർ വേവിച്ചത് ഇട്ട് കൊടുക്കുക, സാമ്പാർ കഷ്ണങ്ങൾ. എന്നിട്ട് നല്ല തിളച്ച് നല്ല കുറുകി വരുമ്പോൾ നമ്മൾ അടിപൊളി സാമ്പാർ റെഡിയാവും കേട്ടോ. ഞാനിങ്ങനെയാണ് വെക്കുന്നത്. ഇത് എൻ്റെ ഒരു സ്റ്റൈലാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ ഈ സാമ്പാറാണ് വെക്കുന്നത്. ഇവിടെ എൻ്റെ മൂത്ത മോന് സാമ്പാറും ഇളയാൾക്ക് ചമ്മന്തിയാണ് ഇഷ്ടം. എങ്കിലും ഞാൻ ചില സമയത്ത് രണ്ടും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ദോശയുടെ കൂടെ നല്ല അടിപൊളി ചൂട് സാമ്പാർ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.